33 കുട്ടികളെ പീഡിപ്പിച്ചു. ദൃശ്യങ്ങൾ ഡാർക്ക് വെബ് വഴി വിറ്റു. ദമ്പതികൾക്ക് വധശിക്ഷ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ചിത്രകൂടിൽ നടന്ന സംഭവമാണ് വലിയ തോതിൽ ചർച്ചയായതാണ്. അക്കാലത്ത് 2010, 2020 സമയത്തായിരുന്നു 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ പ്രതികൾ പീഡനത്തിന് ഇരയാക്കിയത്. 33 കുട്ടികളെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്നിട്ട് ആ ദൃശ്യങ്ങൾ ഡാർക്ക് വെബ് വഴി 47 രാജ്യങ്ങളിൽ വിൽപ്പന നടത്തി എന്നാണ് കേസ്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ദൃശ്യങ്ങൾ ഈ ദമ്പതികൾ വിറ്റു. അങ്ങനെ വലിയ തുക സമ്പാദിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. ഉത്തർപ്രദേശ് ബന്തയിലെ ജലസേചന വകുപ്പ് അവിടുത്തെ മുൻ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്ന രാംഭവൻ, 50 വയസ്സാണ് അയാൾക്ക്. അയാളുടെ ഭാര്യ 47 വയസ്സുള്ള ദുർഗാവതി. ഈ 2 പേരാണ് ഇതിലെ പ്രതികൾ. ഈ 2 പേർക്കുമാണ് ഇപ്പോൾ ബന്തയിലെ പ്രത്യേക പോക്സോ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 6 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ വിധി വന്നത്. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ ദമ്പതികൾ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ ഡാർക്ക് വെബിലൂടെ വിറ്റത്. അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ് എന്നാണ് ഇതിനെ കോടതി വിശേഷിപ്പിച്ച. അത്തരത്തിലാണ് ആ വധശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ വധശിക്ഷയ്ക്ക് പുറമെ ഇരകളുടെ കുടുംബത്തിന് കോടതി സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിജീവിച്ച ഓരോ കുട്ടിക്കും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ബന്തയിലെ കോടതി സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത തുക അത് കൃത്യമായി തുല്യമായി ഇരകൾക്ക് വീതിച്ചു നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഓൺലൈൻ വീഡിയോ ഗെയിമുകളും പണവും സമ്മാനങ്ങളും ഒക്കെ നൽകി പ്രലോഭിപ്പിച്ചാണ് ഈ രാംഭവൻ എന്ന ജലസേചന വകുപ്പിലെ മുൻ ജൂനിയർ എഞ്ചിനീയർ ഈ കുട്ടികളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടികൾ ഈ വീഡിയോ ഗെയിമിലൊക്കെ പ്രലോഭനത്തിൽ വീണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ചേരും. പിന്നാലെയാണ് ആ പീഡനം. അയൽപക്കത്തെ മാത്രമല്ല പരിചയക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ കുട്ടികളാണ് ഈ 33 പേരിൽ പെടുന്നത്. ഇവരെയൊക്കെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു. എന്നിട്ട് ദൃശ്യങ്ങൾ പകർത്തും. അതാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും രീതി. 2020 കേസ് CBI ഏറ്റെടുക്കുന്നത്. 2020 ഒക്ടോബറിൽ CBI സംഘം അങ്ങനെ ദമ്പതികളെ അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു അന്വേഷണ സംഘത്തിന്. അന്ന് 8 ലക്ഷം രൂപ, 12 മൊബൈൽ ഫോണുകൾ, 2 ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്ക്, 6 പെൻഡ്രൈവുകൾ എന്നിവയൊക്കെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇവയിൽ നിന്നുള്ള വൻതോതിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഈ ഫോറൻസിക് പരിശോധനയിൽ പിന്നീട് വീണ്ടെടുത്തു. ആദ്യം ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ഫോറൻസിക് പരിശോധനയിൽ ഈ കുട്ടികളുടെ ചൈൽഡ് പോണോഗ്രാഫിക് വീഡിയോസ് ഒരുപാട് കണ്ടെടുത്തു. IPC, പോക്സോ നിയമം, IT ആക്ട് പ്രകാരമൊക്കെ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് അങ്ങനെ കോടതി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. എന്താണെങ്കിലും 4 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവരുടെ മൊഴികൾ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ ഇതിനിടെ ദുർഗാവതി സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിച്ചുവെന്ന് കോടതി കണ്ടെത്തി. ഡൽഹി സ്വദേശിയായ ഒരാളെയും ഈ കേസിൽ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യം ഒരു പക്ഷേ ഇന്നത്തോളം കണ്ടിട്ടില്ലാത്ത ഒരു പോക്സോ കേസ് വിധിയായിരിക്കും ഇത്. കാരണം 33 കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുക, ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കുക, ദൃശ്യങ്ങൾ പകർത്തുക, എന്നിട്ട് വിദേശങ്ങളിൽ ആ ദൃശ്യങ്ങൾ വിറ്റ് പണം സമ്പാദിക്കുക. ആ ക്രൂരത കാട്ടിയ ദമ്പതികൾക്കാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.